അപ്പോൾ ദേ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം. അവിടെ തന്നെ എടിഎമ്മിൽ കയറിയിട്ട് പൈസയൊക്കെ എടുത്തു. നമുക്ക് ഇതുവരെ ഓഫൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് ഓഫാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അപ്പോഴാണ് മെസ്സേജ് വന്നത് ഇന്ന് ഓഫാന്നുള്ളത്. നമ്മളപ്പോഴേക്കും ബസ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അവിടെ ചൂടുവെള്ളം കണ്ടുവരുത്തി അത് കുപ്പിയിലാക്കി എടുക്കുകയാണ്. അവളുമാർ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഇടിയപ്പം മുട്ടക്കറി ഓർഡർ ചെയ്തു. രണ്ടെണ്ണം ബാക്കിലും കൂടി ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ല ഫുഡ് കഴിച്ചു. നമ്മൾ എന്നിട്ട് ഓടിപ്പടച്ച് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോഴേക്കും അത് പോയി. പിന്നെ നമ്മളവിടെ ഇരുന്ന് നിൽക്കുന്നവരെയും വരുന്നവരെയും പോണവരെയൊക്കെ കുറ്റം പറഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് നമുക്ക് പോകുന്ന ട്രെയിൻ വന്നു. നമ്മൾ എന്നിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഒരു കുഞ്ഞി കമ്പാർട്ട്മെൻറ്റും പോരാത്തതിന് ബാത്റൂമിൻ്റെ അടുത്ത് നമ്മൾ സ്പ്രേ അടിച്ചു ഫേസ് വാഷൊക്കെ എടുത്ത് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റാതിട്ട് ഞങ്ങൾ ഓടിപ്പോയി സ്ലീപ്പറിൽ കയറി. പിന്നെ അവിടെ നിന്നൊരു പോലീസ് മാമനെ കിട്ടി. പുള്ളിയായിട്ട് കത്തിച്ച് ഇടം വരെ വന്നു. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കുറച്ച് സാധനമൊക്കെ വീട്ടിലേക്ക് അനിയനെ മേടിച്ചുകൊണ്ട് പോയി. കുറേ നാൾക്ക് ശേഷം നമ്മുടെ കഞ്ഞിപ്പാടം ബസ്സിൽ കയറി. ഇപ്പോൾ എന്ത് സുഖമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി നല്ല അടിപൊളി ബീഫ് കറിയും ബീറ്റ്റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നേരെ മാറി കിടന്നുറങ്ങി.